അസ്സാം വലൈക്കും. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടാറ്റയുടെ എന്താ പറയുക 2007 ജൂൺ തൊട്ട് ജനപ്രീതി ആകർഷിച്ചിട്ടുള്ള, അതായത് സ്കൂൾ വാൻ സെഗ്മെന്റിലാണെങ്കിലും കോൺട്രാക്ട് കാരേജ് സെഗ്മെന്റിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ജനപ്രീതി ആകർഷിച്ചിട്ടുള്ള ഒരു മോഡലിനെ കുറിച്ചാണ്. ആ മോഡലിന്റെ 2025 വെർഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഇതാണ് ടാറ്റ മാജിക് എക്സ്പ്രസ് ബൈഫ്യൂൽ 9+T 2025 മോഡൽ. നമുക്കിപ്പോൾ റിവ്യൂ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളത് ആർട്ടിക് വൈറ്റ് എന്ന കളറിൽ വരുന്ന മോഡലാണ്. നമുക്ക് മുമ്പുള്ള മാജിക് എക്സ്പ്രസ്സുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് മുമ്പും എയ്സ് പിക്കപ്പിന് വന്നിരുന്നതും പിന്നെ അതുപോലെ തന്നെ മാജിക് എക്സ്പ്രസ്സിന് വന്നിരുന്നതും റൗണ്ട് ഹെഡ്ലൈറ്റ് ആണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ വലിയൊരു ഇൻഡിക്കേഷൻ യൂണിറ്റ് ഉൾപ്പെടെ വരുന്ന ഒരു വലിയൊരു ഹെഡ്ലൈറ്റ്സ് യൂണിറ്റ് ആണ് നമുക്ക് മാജിക് എക്സ്പ്രസ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു ക്രോം ഫിനിഷിൽ മാജിക് എക്സ്പ്രസ് എന്നുള്ള ഒരു പഞ്ചിങ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിൽ ക്രോം ഫിനിഷിൽ വരുന്ന ടാറ്റയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. പിന്നെ ഈ വാഹനത്തിന്റെ താഴെ ഈ രണ്ട് ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഹണികോം ഡിസൈനിൽ വരുന്ന ഒരു ബമ്പർ സെറ്റാണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഈ വാഹനത്തെ മനോഹരമാക്കുകയും അട്രാക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. ടാറ്റ മാജിക് എക്സ്പ്രസിന്റെ ഈ വശങ്ങളിലേക്ക് വരുമ്പോഴേക്കും വളരെ മനോഹരമായ രീതിയിൽ, അതായത് ആർട്ടിക് വൈറ്റ് എന്ന കളറിനെ കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ ഗ്രീൻ കളറിൽ CNG, ഈ വാഹനത്തിന്റെ ഫ്യൂവൽ എഡിഷനെ കുറിച്ച് ഇവിടെ ഒരു ലോഗോ കാണാൻ സാധിക്കും, പഞ്ചിങ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ടയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും റേഡിയൽ 13 സൈസ് ടയറാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ അകത്ത് കാണാൻ സാധിക്കും, ഷോക്ക് അബ്സർവർ കാണാൻ സാധിക്കും. അതുപോലെ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ് കാണാൻ സാധിക്കും. നമുക്കൊരു സ്ലൈഡിംഗ് ഗ്ലാസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു മീഡിയം ടൈപ്പ് ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്, അതും സ്ലൈഡിംഗ് ആണ്. ടാറ്റ മാജിക് എക്സ്പ്രസിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഈ ഒരു ടെയിൽ ഗേറ്റ്. അതായത് പിറകിൽ വരുന്ന ആൾക്കാർക്ക്, പിറകിൽ വരുന്ന വണ്ടിയിലുള്ള ആൾക്കാർക്ക് നമുക്ക് എന്താ പറയുക, ഫ്രണ്ടിൽ പോകുന്ന ഈ ഒരു വാഹനം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനത്തിന്റെ ടെയിൽ ഗേറ്റ് ടാറ്റ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക് ലൈറ്റ് കാണാൻ സാധിക്കും, ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും, പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പ് കാണാൻ സാധിക്കും, തൊട്ടിപ്പുറത്ത് റിഫ്ലക്ടറും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടാറ്റയുടെ ഒരു പഞ്ചിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് നമുക്ക് ഈ CNG ടാങ്ക് വരുന്നത്. ഏകദേശം 60 ലിറ്ററാണ് ഈ വാഹനത്തിന്റെ CNG ടാങ്ക് വരുന്നത്. വളരെയധികം സേഫ് ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഒതുക്കിയാണ് ഈ വാഹനത്തിന്റെ ടാങ്ക് ഈ ഒരു ബാക്ക് സീറ്റിന്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്രോളിന്റെ, അതായത് ബൈഫ്യൂൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ, 5 ലിറ്റർ പെട്രോളും പിന്നെ അതുപോലെ തന്നെ 60 ലിറ്റർ വരുന്ന CNG ആണ് ഈ വാഹനത്തിൽ വരുന്നത്. E20 പെട്രോളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് പെട്രോൾ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വശത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് കാണാൻ സാധിക്കും. അപ്പുറത്തെ വശത്ത് ഫുഡ് സ്റ്റെപ്പ് ഇല്ല, ഈ ഒരു വൺ സൈഡ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഡബിൾ സൈഡ് ഓപ്പണിംഗ് ആണ്. അപ്പുറത്തെ ഡോറും ഈ ഒരു ഡോറും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് നമുക്ക് CNG ഫില്ലിംഗ് ടാങ്ക് വരുന്നത്. വളരെയധികം സേഫ്റ്റി മുൻനിർത്തിയാണ് നമുക്ക് CNG ടാങ്കിന്റെ ഈ ഒരു ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ടാറ്റ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ചെറിയ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. നേരത്തെ വശത്ത് കണ്ട പോലെ തന്നെ നമുക്കൊരു CNG ബാഡ്ജിങ് കാണാൻ സാധിക്കും. നമ്മൾക്കിനി ഈ വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിനിലെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. വാഹനത്തിൻ്റെ സ്പെക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡ്രൈവർ ക്യാബിൽ വളരെയധികം സ്പേഷ്യസ് ആണ്. അതായത് നമുക്ക് ഒരു കാണുമ്പോൾ ഒരു ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിലും, ഒരു 6 ഫീറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും, പിന്നെ പോലും ചെറിയ ഷോർട്ടായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡ്രൈവർ ക്യാബിൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാൻ സാധിക്കും, 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ ഇവിടെ CNG അല്ലെങ്കിൽ പെട്രോൾ എന്ന ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഒരു വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡോക്യുമെൻറ്റ്സ് വെക്കാനുള്ള ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ 5 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 5 സ്പീഡ് പ്ലസ് റിവേഴ്സ് വരുന്ന GBS 65 സിങ്ക്രോമസ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വന്നിട്ട് 1935 കിലോഗ്രാം ആണ്. പിന്നെ അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് 3790 മില്ലിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്.
ഹൈറ്റ് വരുന്നത് 1890 മില്ലിമീറ്റർ ആണ്. നമുക്ക് 694 CC എഞ്ചിനിൽ 25 HP പവറും പിന്നെ അതുപോലെ തന്നെ ടോർക്ക് 49 Nm ടോർക്കുമാണ് ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡും കൂടെ ഒന്ന് വിശദീകരിക്കാം. പാസഞ്ചർ സൈഡിൽ നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന 1, 2, 3 എന്നുള്ള ഒരു കണക്കിലാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് അഡൽട്ടായിട്ടുള്ള ആൾക്കാർക്ക് 3 പേർക്കും, ഈ ഒരു ഭാഗത്ത് അഡൽട്ടായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 4 പേർക്കും, ബാക്കിലത്തെ സീറ്റിൽ അതുപോലെ തന്നെ 4 പേർക്ക് ഇരിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡ്രൈവർ ക്യാബിനിൽ അവിടെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാസഞ്ചർ ക്യാബിനാണ് ടാറ്റ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. വളരെയധികം സ്പേഷ്യസുമാണ്. പിന്നെ യാത്രാ കംഫോർട്ട് വളരെയധികം കൂടുതലുമാണ് ഈ വാഹനത്തിൽ വരുന്നത്. സൈഡിലായിട്ടൊരു ഗ്രാബ് ഹാൻഡിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വശത്തും നമുക്ക് ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു സൈഡിലും ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ക്വാർട്ടർ ഗ്ലാസും അതുപോലെ തന്നെ ഈ ഒരു വിൻഡോ ഗ്ലാസ് ഡോർ ഗ്ലാസും നമുക്ക് സ്ലൈഡിങ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എയറും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ചൂടുള്ള ടൈമൊക്കെ ആണെങ്കിൽ എയറും കാര്യങ്ങളൊക്കെ കയറാനായിട്ട് വളരെയധികം എയർ സർക്കുലേഷനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ടാറ്റ മാജിക് എക്സ്പ്രസ് ടാറ്റ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. എന്തായാലും പേഴ്സണലി എനിക്ക് ഈ വാഹനം വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്ക് സ്കൂൾ സെഗ്മെൻറ്റിൽ ഗോൾഡൻ യെല്ലോ കളറിലും പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്ട് ഗാരേജ് സെഗ്മെൻറ്റിൽ ആർട്ടിക് വൈറ്റ് എന്നുള്ള കളറിലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. സുഹൃത്തുക്കളെ, ടാറ്റ മാജിക് എക്സ്പ്രസ് എന്ന ഈ ഒരു വാഹനം നമുക്ക് സ്കൂൾ സെഗ്മെന്റിലും പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്ട് ഗാരേജ് സെഗ്മെന്റിലും നമുക്ക് അവൈലബിൾ ആണ്. കോൺട്രാക്ട് ഗാരേജ് സെഗ്മെന്റിലും CN ബൈഫ്യൂവൽ പിന്നെ അതുപോലെ തന്നെ പെട്രോൾ എന്ന് പറഞ്ഞ 2 മോഡലും ഉണ്ട്. അത് ആർട്ടിക് വൈറ്റ് കളറിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ സെഗ്മെന്റ് വരുമ്പോഴത്തേക്കും ഗോൾഡൻ യെല്ലോ കളറിൽ നമുക്ക് പെട്രോൾ വെർഷനും പിന്നെ അതുപോലെ തന്നെ ബൈഫ്യൂവൽ CNG പെട്രോൾ വരുന്ന ആ ഒരു വെർഷനും അവൈലബിൾ ആണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഞാനിന്ന് റിവ്യൂ ചെയ്തത് ടാറ്റ മാജിക് എക്സ്പ്രസ് ആർട്ടിക് വൈറ്റ് കളർ 2025 മോഡൽ ബൈഫ്യൂവൽ വെർഷൻ വണ്ടിയാണ് ഞാനിന്ന് റിവ്യൂ ചെയ്തത്. സോ ഇനി വണ്ടി വാങ്ങാനും എൻക്വയറി ചെയ്യാനും താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. ഇതുവരെ ചാനൽ സബ് ചെയ്യാത്തുള്ള ആൾക്കാർ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും അനുകൂലിക്കുന്നതാവട്ടെ വിമർശിക്കുന്നതാവട്ടെ എല്ലാ കമൻസും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇനിയുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. സോ ഇൻഷാല്ലാ വിൽ സീ യു സൂൺ. അസ്സലാമു അലൈക്കും.